ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് പഴം വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ. ഇത് ഞങ്ങളെ വീട്ടിൽ തന്നെ പഴുത്ത പഴമാണ്. ഞാനിവിടെ 4 പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, എന്തായാലും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പഴം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. ഇതിന് ഞാൻ 2 ആണി ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ശർക്കരയാണ് എടുത്തത്. നമുക്ക് ഈ ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. നമുക്ക് ഈ പഴം തൊലി കളഞ്ഞ ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കണം. അത് നമുക്കൊന്ന് സ്പൈനായിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് നമുക്ക് വറുത്ത് കോരിയ ശേഷം നമ്മൾ ആ നെയ്യിലേക്ക് തന്നെ നമ്മളെടുത്ത് വെച്ച കടലമാവും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ കടലമാവിന് പകരം ഗോതമ്പപ്പൊടിയും അരിപ്പൊടിയും ഒക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് അരച്ച് വെച്ച പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം ഇളക്കാൻ. കടലപ്പൊടിയും പഴവും നന്നായിട്ട് മിക്സായി ഇതിലേക്ക് വെള്ളത്തിന് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ശർക്കര ഉരുക്കിയത് ചേർക്കും, അല്ലാതെ വേറെ വെള്ളത്തിനൊന്നും ആവശ്യമില്ല. നല്ല ഈ ഒരു പരുവായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർക്കണം. ഒരു അരിപ്പ വെച്ച് നമുക്ക് ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിപ്പ വെച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കും. നമുക്കതിൽ കരടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പോയി കിട്ടിക്കോളും. എന്നിട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന വരെ ഇളക്കി കൊടുക്കാം. കുറുകി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. നമുക്കൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ആ പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ചേർത്ത് കൊടുക്കണം. കുറേശ്ശെയായിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് ഒരു ഡെക്കറേഷനായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തേങ്ങ ചിരണ്ടിയും നമുക്കതിൻ്റെ മുകളിലേക്ക് ചേർത്താം. എന്നിട്ട് ഫ്രിഡ്ജിലൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ മുറിച്ചെടുക്കാം. നമ്മുടെ പഴം ബർഫി റെഡി ആയിട്ടുണ്ട്. നിങ്ങളത് എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക് യു.